നമസ്കാരം. പ്രധാന വാർത്തകൾ. വേനലവധി അവസാനിച്ചു. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും. വിദ്യാർത്ഥികളെ വരവേൽക്കാൻ ഒരുങ്ങി വിദ്യാലയങ്ങൾ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനമുണ്ടെന്ന CPMന്റെ പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ. പ്രതിപക്ഷ കക്ഷി എന്ന നിലയിലുള്ള രാഷ്ട്രീയ സമരമാണ് CPM നടത്തിയതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാറണമോ വേണ്ടയോ എന്നത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെന്നും KT അഫ്സൽ. ജൽജീവൻ മിഷന്റെ ഭാഗമായുള്ള പൈപ്പിടൽ. കോട്ടോപ്പാടം തിരുവിഴാംകുന്ന് അമ്പലപ്പാറ റോഡിന്റെ വശങ്ങൾ തകർന്നു. 11 കോടി രൂപ ചെലവിൽ റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിച്ച റോഡാണിത്. വിദ്യാർത്ഥികൾ പഠനത്തിലൂടെ ലക്ഷ്യങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് നജീബ് കാന്തപുരം MLA. ആത്മാർത്ഥമായി പഠനം നടത്തുമ്പോഴാണ് ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുക എന്നും MLA. വിശദമായ വാർത്തകളിലേക്ക്. വേനലവധി അവസാനിച്ചു. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും. വിദ്യാർത്ഥികളെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങി. പ്രവേശനോത്സവത്തോടെയാണ് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വരവേൽക്കുക. 2 മാസത്തെ വേനലവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും. പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തെ ആദ്യ ദിനത്തിൽ വിദ്യാർത്ഥികളെ വരവേൽക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ, ഉപജില്ലാതല പ്രവേശനോത്സവങ്ങളും നടക്കും. പ്രവേശനോത്സവത്തിന് ഔദ്യോഗിക ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. 3 ലക്ഷത്തിലധികം കുട്ടികൾ പുതുതായി ഈ അധ്യയന വർഷത്തിൽ ചേർന്നിട്ടുണ്ടെന്നാണ് കണക്ക്. LKG മുതൽ 10ാം ക്ലാസ്സിലേക്കടക്കം 40 ലക്ഷത്തോളം കുട്ടികളാണ് എത്തുക. വിദ്യാലയങ്ങളിൽ വർണ്ണാഭമായ പ്രവേശനോത്സവ പരിപാടികൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ നടക്കും. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനം ഉണ്ടെന്ന CPMന്റെ പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാറണോ വേണ്ടയോ എന്നത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെന്നും KT അഫ്സൽ പറഞ്ഞു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനം ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സമരം ശക്തമാക്കിയിരിക്കുകയാണ് CPM ആനമങ്ങാട്, ആലിപ്പറമ്പ് LC കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ CPM നടത്തുന്ന സമരത്തോട് പ്രതികരിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഒരു തരത്തിലും ഭരണസ്തംഭനമില്ലെന്നും പ്രതിപക്ഷ കക്ഷി എന്ന നിലയിലുള്ള രാഷ്ട്രീയ സമരമാണ് CPM നടത്തിയതെന്നും KT അഫ്സൽ പറഞ്ഞു. ഇവിടെ ഒരു തരത്തിലുള്ള ഭരണസ്തംഭനം ഉണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും അംഗീകരിച്ചു പോകാനും കഴിയില്ല. സ്വാഭാവികമായിട്ടും നടന്നു പോകേണ്ട എല്ലാ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ ഫണ്ടുകൾ കിട്ടുന്ന മുറക്ക് പദ്ധതികൾ തയ്യാറാക്കിയും മറ്റുമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഭരണസ്തംഭനം എന്ന രീതിയിലുള്ള ആരോപണങ്ങളും ബാക്കി സംഗതികളൊക്കെ അത് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടുമുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സമരങ്ങൾ മറ്റു സംഗതികളൊക്കെ പഞ്ചായത്തുകളിലേക്ക് ഉണ്ടാവാം. അതിനെ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ പറ്റി ചോദിച്ചപ്പോൾ പാർട്ടിയിലെ ആഭ്യന്തര വിഷയമായതിനാൽ പറയാൻ തയ്യാറല്ലെന്ന് KT അഫ്സൽ പറഞ്ഞു. അല്ല, അത് തീർത്തും പാർട്ടിയിലെ ഒരു ഇൻറ്റേർണൽ പ്രശ്നം എന്നുള്ള രീതിയിൽ അത് പരസ്യമായിട്ട് അതൊരു മീഡിയയുടെ മുമ്പിൽ അതുമായി ബന്ധപ്പെട്ടൊരു ഒരു സംവാദത്തിന് ഏതായാലും വ്യക്തിപരമായിട്ട് ഞാൻ തയ്യാറല്ല. തീർത്തും അത് ഒരു പാർട്ടിയുടെ ഒരു അച്ചടക്കമുള്ള പ്രവർത്തനം എന്ന രീതിയിൽ അത്തരം സംഗതികളെ ഇൻറ്റേർണലായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ പരിഗണിക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായി എനിക്കൊരു അഭിപ്രായമുള്ളത്. ആ രീതിയിൽ മീഡിയയിലോട് ചർച്ച ചെയ്യാൻ ഏതായാലും താല്പര്യപ്പെടുന്നില്ല. എല്ലാ അംഗങ്ങളുടെയും സഹകരണത്തോടെ മികച്ച രീതിയിലാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അഫ്സൽ പറഞ്ഞു. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണുള്ളത്. ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഇവിടെ നിലവിൽ ഏതായാലും ഇല്ല. നല്ല രീതിയിൽ തന്നെ ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ സംവിധാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജൽജീവൻ മിഷന്റെ ഭാഗമായുള്ള പൈപ്പിടൽ. കോട്ടോപ്പാടം മുതൽ അമ്പലപ്പാറ വരെയുള്ള ഏകദേശം 11 കിലോമീറ്ററോളം ഭാഗത്തിന്റെ പലയിടങ്ങളും തകർച്ചാ ഭീഷണിയിലാണ്. 11 കോടിയിലധികം രൂപ ചെലവിൽ റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിച്ച റോഡാണിത്. ജൽജീവൻ മിഷന്റെ ഭാഗമായി കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പൈപ്പിടാനായാണ് കോട്ടോപ്പാടം അമ്പലപ്പാറ റോഡിന്റെ വശങ്ങൾ JCB ഉപയോഗിച്ച് ചാലുകേറിയത്. പൈപ്പിട്ട് മണ്ണ് മൂടിയെങ്കിലും മഴ പെയ്തതോടെ മണ്ണൊലിച്ചുപോയി. വശങ്ങളിലെ മണ്ണ് പോയതോടെ ടാറും പൊളിഞ്ഞു. ഓരോ മഴയ്ക്കും ടാറും മണ്ണും അടർന്നുപോയി വശങ്ങളിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. കോട്ടോപ്പാടം മുതൽ അമ്പലപ്പാറ വരെയുള്ള ഏകദേശം 11 കിലോമീറ്ററോളം ഭാഗത്തിന്റെ പലയിടങ്ങളും തകർച്ച ഭീഷണിയിലാണ്. ഈ സ്ഥിതി തുടർന്നാൽ 11 കോടിയിലധികം രൂപ ചെലവിൽ N ഷംസുദ്ദീൻ MLAയുടെ ശ്രമഫലമായി ലഭിച്ച കോട്ടോപ്പാടം അമ്പലപ്പാറ റബ്ബറൈസ്ഡ് റോഡ് വർഷക്കാലം അതിജീവിക്കില്ല. പെരിന്തൽമണ്ണ മണ്ഡലം MSF കമ്മിറ്റിയും വനിതാ ലീഗ് കമ്മിറ്റിയും സംയുക്തമായി SSLC+2 ജേതാക്കളെ അനുമോദിച്ചു. നജീബ് കാന്തപുരം MLA സദസ്സ് ഉദ്ഘാടനം ചെയ്തു. 500ഓളം വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി.
വിജയാരവം എന്ന പേരിലാണ് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. നജീബ് കാന്തപുരം MLA അനുമോദന സാസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ പഠനത്തിലൂടെ ലക്ഷ്യങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും ആത്മാർത്ഥമായി പഠനം നടത്തുമ്പോഴാണ് ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുക എന്നും MLA പറഞ്ഞു. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം, വേണ്ടേ? ആ ഗോൾ നമുക്ക് സാധിക്കുമെന്ന കോൺഫിഡൻസും നിങ്ങൾക്ക് വേണം. കാരണം പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു, അത് നല്ല ബുദ്ധിയുള്ള കുട്ടിയായതുകൊണ്ട് ജയിക്കുകയാണ്. എൻ്റെ മക്കൾക്ക് അത്രയൊന്നും ബുദ്ധിയില്ല, അതുകൊണ്ടാണ് കിട്ടാത്തത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാവർക്കും ഒരേ അളവിലെ ബുദ്ധിയുള്ളൂ. അത് ഉപയോഗിക്കാൻ പഠിച്ചാൽ മാത്രം മതി. നിങ്ങളത് സമർത്ഥമായി ഉപയോഗിച്ചത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത്, അല്ലേ? ചില കുട്ടികളായി ഇരിക്കുന്ന സമയത്ത് റീല് കാണാൻ പോയത് കൊണ്ടാണ് അവർ ഇവിടെ ഇരിക്കാത്തത്. ഇത്രയേ ഉള്ളൂ പ്രശ്നം. എല്ലാവർക്കും ബുദ്ധിയുണ്ട്, എല്ലാവർക്കും ഇത് കഴിയുകയും ചെയ്യും. പക്ഷെ എല്ലാവരും ചെയ്യേണ്ട ഒരൊറ്റ പണി, നമ്മളുടെ ഗോൾ സെറ്റ് ചെയ്ത് അത് കിട്ടുന്നവരെ പിറകിൽ നിന്ന് ഒഴിയാതെ നിൽക്കാനുള്ള കൺസിസ്റ്റൻസി ഉണ്ടാക്കും. ഞാൻ ആ വേർഡ് കുട്ടികളുടെ മനസ്സിൽ ഒന്നുകൂടി ഇടുന്നു, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് വിടൂല എന്ന് പറഞ്ഞ് തൂങ്ങിപ്പിടിക്കുന്ന ഏർപ്പാടിനാണ് കൺസിസ്റ്റൻസി എന്ന് പറയാം. എത്ര തിരിച്ചടികൾ നേരിട്ടാലും നിങ്ങൾ വിചാരിക്കുന്ന അവസാനത്തെ സ്വപ്നത്തിലെത്തുന്നവരെ കോംപ്രമൈസ് ചെയ്യാതെ സമർപ്പിച്ചാൽ ഇനിയുള്ള ലോകം നിങ്ങളുടേതാണെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഓർമ്മിപ്പിക്കുക. വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് MK മൈമുന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 500ഓളം വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി. ഖദീജ മുഫിറ, ഫാത്തിമ മൂസ, സബ ലോഹൻ, ജംഷിയ, ഫാരിഖ്, റസൽ എ വന്ന് മൊമെൻ്റ് കൈപ്പറ്റേണ്ടതാണ്. പ്രൊഫസർ ബഷീർ നാലകത്ത് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സലീം കുരുവമ്പലം മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം MSF ജനറൽ സെക്രട്ടറി നബീൽ വട്ടപ്പറമ്പ്, വൈസ് പ്രസിഡന്റ് ഷിജാസ് നാലകത്ത്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുസലാം, ട്രഷറർ ഷൗക്കത്ത് നാലകത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, മുസ്ലിം ലീഗ് മണ്ഡലം ഭാരവാഹികളായ PT സക്കീർ മാസ്റ്റർ, സുബൈർ മാസ്റ്റർ, MSF ജില്ലാ വൈസ് പ്രസിഡന്റ് PT മൂറത്ത്, മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് സിദ്ദീഖ് വാഫി, ജനറൽ സെക്രട്ടറി KM ഫത്താഹ് തുടങ്ങിയവർ സംസാരിച്ചു. അൽചിത്ര എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി MD അഹസാൻ ഷഹീൻ, ഡയറക്ടർ ഷഹല, കൗൺസിലർമാരായ ഷിഫാന, മുഫീദ, റാബിദ, മണ്ഡലം വനിതാ ലീഗ് ഭാരവാഹികളായ സുലൈഖ, റസിയ, റംല, ജുമൈല, സജ്ല, KMCC മണ്ഡലം ഭാരവാഹി റഷീദ് കീഴ്ശ്ശേരി, മണ്ഡലം MSF ഭാരവാഹികൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. കളിസ്ഥലമില്ലാത്തതിനാൽ കളികൾ നഷ്ടമായ ബാല്യം തിരിച്ചു നൽകിയാണ് മണ്ണാർക്കാട് പയനേടം GLP സ്കൂളിൽ ഇത്തവണ പ്രവേശനോത്സവം. ജനകീയ കൂട്ടായ്മയുടെ കൂട്ടായ പ്രയത്നമാണ് കളിസ്ഥലം യാഥാർത്ഥ്യമാക്കിയത്. സ്ഥലമില്ലാത്തതിനാൽ കളിക്കാൻ പറ്റാത്ത കുട്ടികളുടെ പ്രയാസം മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. 100 വർഷത്തെ പഴക്കമുള്ള സ്കൂളിൽ 300 കുട്ടികളാണ് പഠിക്കുന്നത്. 20 സെന്റിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഇത്തിരി സ്ഥലത്താണ് കുട്ടികൾ കളിക്കുന്നത്. സ്കൂൾ ബസ് നിർത്തിയിടുന്നതും ഇവിടെയാണ്. സ്കൂളിനോട് ചേർന്നുള്ള 45 സെന്റ് സ്ഥലം വാങ്ങാൻ കഴിഞ്ഞാൽ കളിസ്ഥലം ഒരുക്കാൻ കഴിയുമെന്ന് പ്രധാന അധ്യാപകൻ കൃഷ്ണകുമാർ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഇക്കാര്യം സിറ്റി ന്യൂസ് വാർത്ത നൽകുകയും ചെയ്തു. പിന്നെ സംഭവിച്ചതെല്ലാം അത്ഭുതങ്ങളായിരുന്നു. കുട്ടികളുടെ സങ്കടം PTA-യും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ഏറ്റെടുത്തു. മിഠായി വാങ്ങാനുള്ള പണം പോലും കുടുക്കകളിൽ സ്വരൂപിച്ച് കളിസ്ഥലം വാങ്ങാൻ കുട്ടികൾ നൽകി. ഇത് പലരുടെയും കണ്ണു നിറച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തും കുമരംപുത്തൂർ പഞ്ചായത്തും തുക നൽകി. PTA-യും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ ആക്രി സാധനങ്ങൾ ശേഖരിച്ചു വിറ്റും ബിരിയാണി ചലഞ്ച് നടത്തിയും ഉദ്യമത്തിൽ പങ്കാളികളായി. കുട്ടികളുടെ സങ്കടം അറിഞ്ഞ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വലിയൊരു തുക നൽകി. ജനകീയ കൂട്ടായ്മയുടെ വിജയമായി സ്ഥലം സ്കൂളിന് സ്വന്തമായി. ഇഷ്ടം പോലെ ഓടിക്കളിക്കാമെന്നുള്ള സന്തോഷത്തോടെയാണ് കുട്ടികൾ ഇത്തവണ സ്കൂളിലെത്തുക. ഇടവേള. വാർത്തകൾ തുടരുന്നു.
അമ്പലപ്പാറ മേലൂരിലെ സൈനിക കൂട്ടായ്മയുടെ കരുതലിൽ തകർന്നു വീഴാറായ വീടിൽ ഭീതിയിൽ കഴിഞ്ഞിരുന്ന 4 അംഗ നിർധന കുടുംബത്തിന് ഇനി സുഖമായി അന്തിയുറങ്ങാം. മേലൂർ കരുവാൻതൊടി വിജയലക്ഷ്മിയുടെ ജീർണാവസ്ഥയിലായ വീട് സൈനിക കൂട്ടായ്മ നവീകരിച്ചു നൽകിയതോടെയാണ് കുടുംബത്തിന് ആശ്വാസമായത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്, ചിതലെടുത്ത് പൊളിഞ്ഞു വീഴാറായ മേൽക്കൂര, ഇതായിരുന്നു വിജയലക്ഷ്മിയുടെ വീടിന്റെ അവസ്ഥ. വേനൽ മഴയിൽ തന്നെ ഭീതിയിൽ കഴിഞ്ഞിരുന്ന വീട് കാലവർഷത്തെ അതിജീവിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു കുടുംബം. തന്റെ ആശങ്ക വാർഡംഗമായ NT ശ്രീദേവിയോട് പങ്കുവയ്ക്കുകയും അവരത് മേലൂരിലെ സൈനിക കൂട്ടായ്മയെ അറിയിക്കുകയുമായിരുന്നു. ഉടൻ തന്നെ അവരത് തങ്ങളുടെ സമൂഹമാധ്യമ കൂട്ടായ്മയിലൂടെ എല്ലാവരുമായും പങ്കുവച്ചു. തുടർന്ന് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ വീടിന്റെ അറ്റകുറ്റപ്പണി ഏറ്റെടുക്കുകയായിരുന്നു. ആവശ്യമായ തൊഴിലാളികളെ നിയോഗിച്ച് വീടിന്റെ മേൽക്കൂരയടക്കം സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നവീകരിച്ചു നൽകി. സൈനികർ തങ്ങളുടെ വീടുകളിൽ നിന്ന് സമാഹരിക്കാൻ കഴിയുന്ന ഓടുകളും പട്ടികകളും കഴുക്കോലും ഇതിനുവേണ്ടി എടുത്തു. തികയാതെ വന്നത് പണം കൊടുത്തു വാങ്ങിയായിരുന്നു നവീകരണം. ജോലിക്ക് പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന എല്ല് തേയ്മാനത്തിന്റെ അസുഖമുള്ള വിജയലക്ഷ്മി, മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ മണികണ്ഠൻ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുള്ള വിജയലക്ഷ്മിയുടെ അച്ഛൻ വേലു, അമ്മ ഭാർഗവി എന്നിവരാണ് വീട്ടിൽ കഴിയുന്നത്. കുടുംബത്തിന് ലഭിക്കുന്ന പെൻഷൻ കൊണ്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. അമ്മ ഭാർഗവിക്ക് തന്നെ മാസത്തിൽ 5000 രൂപ മരുന്നിന് വേണം. ഇതെല്ലാം മനസ്സിലാക്കിയാണ് സൈനിക കൂട്ടായ്മ ഇവരെ സഹായിക്കാനെത്തിയത്. മേലൂർ വടക്കുമുറി പ്രദേശത്തുള്ളവരും സൈനിക കൂട്ടായ്മയ്ക്കൊപ്പം ചേർന്നു. റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥരായ മോഹനകൃഷ്ണൻ, PK മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇവർക്ക് വേണ്ട സഹായങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മെമ്പറാണ് നമ്മളോട് പറഞ്ഞത് ഞങ്ങളുടെ സൈനിക കൂട്ടായ്മയിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളെല്ലാവരും മുൻപേയും കോൺട്രിബ്യൂഷൻ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ അവരുടെ വീട് വീണു പോകാതിരിക്കാവുന്ന നിലവിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു സംരംഭത്തിന് തുടക്കത്തതാണ്. അതിന് എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക. സൽപ്രവൃത്തിക്ക് സഹായവുമായി മുന്നോട്ട് വന്ന എല്ലാവരോടും നന്ദിയുണ്ടെന്ന് വാർഡ് മെമ്പർ ശ്രീദേവി പറഞ്ഞു. അച്ഛനും അമ്മയും ഇവരും വന്ന് എന്നെ സമീപിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ലൈഫ് ലിസ്റ്റിൽ ഇവരുടെ ഒരുപാട് പിന്നിലാണ് നമ്പർ. അവിടെ പോയാലും അവർക്കൊന്നും ചെയ്തു തരാൻ ഇപ്പോഴത്തെ ഇതിൽ അത് സർക്കാർ കാര്യമല്ല, അത് മറുപോലെയാണ് വരാൻ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ല എന്ന് അവിടുന്ന് കിട്ടിയ മറുപടി. ഇവർ ഗ്രാമസഭയിലും കൊടുക്കാത്തതുകൊണ്ട് ഒരു 40,000 രൂപ വരെയ്ക്ക് ഗ്രാമസഭയിൽ കൊടുക്കാൻ പറ്റിയിരുന്നു. അവർ അപേക്ഷ തന്നില്ല ലൈഫിൽ കിട്ടുന്നുള്ളതിൽ. അപ്പോൾ ഈ 2 വഴി അടഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും കുട്ടിയെ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു ഇതിൽ ഞാൻ ഇവരെ സമീപിക്കുകയുണ്ടായി. നമ്മുടെ മേലൂർ ഡിഫൻസ് ഗ്രൂപ്പുണ്ട്, അവരോട് സമീപിച്ച് നമുക്ക് ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെയെങ്കിലും അവരൊന്ന് സഹായിക്കണം, ഉള്ളൻ്റെ നിങ്ങളെല്ലാവരും തന്നിട്ട് നമുക്കൊരു ധനസഹായം അവർക്ക് കൊടുത്തിട്ട് മഴക്കാലം വരുന്നതിന് മുമ്പ് വീടൊന്ന് മേഞ്ഞു കൊടുക്കാം. ആ ഒരു ഇത് പറഞ്ഞത് ഇവർ കൈയും നീട്ടി സ്വീകരിച്ചു. എല്ലാ മിലിറ്ററിക്കാരും അവരെയും കൊണ്ട് ഉള്ളൻ്റെ അവർ നമുക്ക് പൂർണ്ണ സഹകരണം പിറ്റേ ദിവസം തൊട്ടിട്ട് തന്നെ അതിന് കൂടുതൽ സപ്പോർട്ട് നൽകിയ ഇവർ 2 പേരും മോഹനേട്ടനും മനോജേട്ടനും ഒത്തിരി കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. അത് സർവീസിൽ നിന്ന് വിരമിക്കുന്ന KSRTC മണ്ണാർക്കാട് ഡിപ്പോയിലെ ജീവനക്കാർക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. 4 പേരാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. ഇൻസ്പെക്ടർ ഇൻചാർജ് PN രാമചന്ദ്രൻ, വെഹിക്കിൾ സൂപ്പർവൈസർ V മണികണ്ഠൻ, ഡ്രൈവർമാരായ സോജൻ സെബാസ്റ്റ്യൻ, ജേക്കബ് മാത്യു എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ഡിപ്പോ പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ KT ഭക്തവത്സൻ അധ്യക്ഷത വഹിച്ചു. കുടുംബാംഗങ്ങളോട് കുടുംബത്തിലെ കാരണവന്മാർ കാണിക്കുന്ന കരുതലും സ്നേഹവും പ്രകടിപ്പിച്ചവരാണ് വിരമിക്കുന്നവരെന്ന് ആശംസകൾ അർപ്പിച്ച M ഷൗക്കത്ത് പറഞ്ഞു. നമ്മുടെ ഓരോ ജീവനക്കാരെയും, ഡ്രൈവർ ആയിക്കോട്ടെ, കണ്ടക്ടർ ആയിക്കോട്ടെ, മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാട്ടെ, കൗണ്ടറിൽ ഇരിക്കുന്ന ജീവനക്കാരായിക്കോട്ടെ, SM ആയിക്കോട്ടെ, ആരെയും അദ്ദേഹത്തിന്റെ കീഴിൽ പണിയെടുക്കുമ്പോൾ ഒരു സുരക്ഷിതാവസ്ഥ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പിരിയുമ്പോൾ നമ്മൾക്ക് വിഷമമുണ്ടാകാം. പക്ഷേ ഈ നമ്മുടെ സ്ഥാപനത്തിൽ പിരിയുക എന്നുള്ളത് അനിവാര്യമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ വിടവാങ്ങൽ വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. ഇൻസ്പെക്ടർ ഇൻചാർജ് വിപിൻ ശങ്കർ, K സത്യൻ, M ഷൗക്കത്തലി, K രാജേഷ്, MC കൃഷ്ണകുമാർ, KG ഗോപിനാഥൻ, MK സുരേഷ് ബാബു, K രാജേഷ്, ഷിൻഡോ, വിരമിച്ച PN രാമചന്ദ്രൻ, V മണികണ്ഠൻ, സോജൻ സെബാസ്റ്റ്യൻ, ജേക്കബ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. KNM വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള ഒറ്റപ്പാലം നൂർ ഇസ്ലാം മദ്രസ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സദർ മുദരിസും ഒറ്റപ്പാലം മസ്ജിദുൽ മനാർ ഖത്തീബുമായ ഇദ്രീസ് സൊലാഹി പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ഒറ്റപ്പാലം നൂറുൽ ഇസ്ലാം മദ്രസയിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. സദർ മുദരിസും ഒറ്റപ്പാലം മസ്ജിദുൽ മനാർ ഖത്തീബുമായ ഇദ്രീസ് സൊലാഹി പരിപാടി ഉദ്ഘാടനം ചെയ്തു. TM റഷീദ് അധ്യക്ഷത വഹിച്ചു. ISM പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൗക്കത്ത് അലി അൻസാരി മുഖ്യപ്രഭാഷണം നടത്തി. KNM ഒറ്റപ്പാലം മണ്ഡലം സെക്രട്ടറി PP അബ്ദുൽ സലാം, MT ഷെഫീർ എന്നിവർ സംസാരിച്ചു. നവാഗതരെ സ്വീകരിക്കൽ, മധുരപലഹാര വിതരണം, ഖുർആൻ പാരായണം, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും നടന്നു. 5, 7 ക്ലാസുകളിൽ മദ്രസ പൊതുപരീക്ഷകളിൽ വിജയിച്ചവരെയും SSLC, +2 വിജയിച്ച കുട്ടികളെയും പരിപാടിയിൽ അനുമോദിച്ചു. ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. LSS, SSLC, +2 വിജയികളെ ചടങ്ങിൽ ആദരിച്ചു. ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ SC/ST വിഭാഗത്തിൽപ്പെട്ട SSLC, +2 വിജയികളെയും LSS ജേതാക്കളെയുമാണ് SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ഞായറാഴ്ച രാവിലെ ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന പരിപാടി ചെർപ്പുളശ്ശേരി ISHO മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ആദ്യ കടമ്പ വളരെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള നിങ്ങളെല്ലാവരെയും ആദ്യമായിട്ട് തന്നെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ സാഹചര്യം വിനിയോഗിക്കുന്നു. നല്ല മാർക്കോടുകൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ പരീക്ഷ പാസ്സായിട്ടുള്ളത്. ഇനിയും ഭാവിയിൽ വലിയ വലിയ നേട്ടങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് ഈ വിജയം പ്രചോദനമാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ശരീരനായിട്ടുള്ള മുൻ ഇന്ത്യൻ പ്രസിഡന്റ് APJ കലാം സാർ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്കറിയാം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും സ്വപ്നങ്ങൾ കണ്ടുപിടിക്കും. ആ സ്വപ്നം രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ, പകല് തന്നെ നമ്മൾ ഭാവിയിൽ എന്താവണമെന്നതിനെക്കുറിച്ചുള്ള സ്വപ്നമാണ് നമ്മൾ കാണുന്നത്. ചടങ്ങിൽ SSLC പരീക്ഷയിൽ 70% മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും +2 ജേതാക്കളെയും LSS നേടിയ നിവേദിനെയും അനുമോദിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശശികുമാർ, SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ രാമകൃഷ്ണൻ, OK ചന്ദ്രൻ, ഷൺമുഖം, കല്യാണിക്കുട്ടി, ഉഷ, വസന്ത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നെല്ലായ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ പാലട ഫെസ്റ്റ് നടത്തി. ഫെസ്റ്റ് CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിൽ 5000-ഓളം ലിറ്റർ പായസം വിറ്റുപോയി. പെയിൻ ആൻഡ് പാലിറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് നെല്ലായിലെ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ പാലട ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഫെസ്റ്റ് CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ജീവിതചര്യ രോഗങ്ങളുടെ ഭാഗമായിക്കൊണ്ട് വളരെ മാരകമായ അസുഖങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരമാണ്. നമുക്കറിയാം, നെല്ലായ പഞ്ചായത്തിലെ ഓരോ വീടുകളിലും സൊസൈറ്റിയുടെ സന്നദ്ധ പ്രവർത്തകരാണ് പായസം നേരിട്ടെത്തിച്ചത്. 5000-ഓളം ലിറ്റർ പായസം വിറ്റുപോയി. ചെർപ്പുളശ്ശേരി ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് പായസം തയ്യാറാക്കിയത്. സൊസൈറ്റി ചെയർമാൻ KB സുഭാഷ് അധ്യക്ഷനായി. I ഷാജു, PK മുഹമ്മദ് ഷാഫി, MP ശിവശങ്കരൻ, KP വസന്ത, C ബാബു എന്നിവർ സംസാരിച്ചു. മലപ്പുറം ജില്ലാ ട്രോമ കെയറിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ പ്രഥമ ശുശ്രൂഷ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന ട്രോമ കെയറിന്റെ ആഭിമുഖ്യത്തിലാണ് പെരിന്തൽമണ്ണയിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷയിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പെരിന്തൽമണ്ണ പെയിൻ ആൻഡ് പാലിറ്റീവ് ഹാളിൽ സംഘടിപ്പിച്ച ക്ലാസ്സിൽ മുനിസിപ്പാലിറ്റി പരിധിയിലെ അംഗനവാടി വർക്കർമാർ, വിദ്യാർത്ഥികൾ, ട്രോമ കെയർ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം ജില്ലാ ട്രോമ കെയർ ട്രെയിനർ നാസർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ മൻസൂർ പട്ടിക്കാട്, പ്രസീത മഞ്ചേരി, ഷാനിയ വാഴക്കാട് എന്നിവർ ക്ലാസ് എടുത്തു. പരിശീലന ക്ലാസ് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാനും ട്രോമ കെയർ രക്ഷാധികാരിയുമായ P ഷാജി ഉദ്ഘാടനം ചെയ്തു. IMA ബ്രാഞ്ച് പ്രസിഡന്റ് Dr. A ഷാജി, സെക്രട്ടറി Dr. KB ജലീൽ എന്നിവർ മുഖ്യാതിഥികളായി. താലൂക്ക് സെക്രട്ടറി റഹീസ് കുറ്റീരി, യൂണിറ്റ് പ്രസിഡന്റ് ഷഫീദ് പാതൈക്കര, യൂണിറ്റ് ലീഡർ സുഹൈബ് മാട്ടായ എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വെള്ളിനേഴ് ഞാളാംകുറിശി ലക്ഷ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. വാർഡ് മെമ്പർ C ജലജ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ലക്ഷ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്.
ക്ലബ്ബ് പരിധിയിലെ 11 വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. വാർഡ് മെമ്പർ സി ജലജ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നല്ല പ്രവർത്തനങ്ങളാണ് ഈ ലക്ഷ്യങ്ങൾക്ക് കാഴ്ചവെക്കണേ. ഇനിയും അവർക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് മാത്രം വരുത്താൻ ഈ ക്ലബിനും കഴിയട്ടെ. എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടർന്ന് വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് കെ അജയ്കുമാർ അധ്യക്ഷനായി. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ഇ ബാലകൃഷ്ണൻ വിദ്യാർത്ഥികൾക്ക് ഗൈഡൻസ് ക്ലാസ് നൽകി. ക്ലബ്ബ് മെമ്പർ കെ സജിൻ, വുമൺസ് വിംഗ് അംഗം എ അവന്തിക എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് പരിധിയിലെ LSS, USS, NMMS, SSLC, +2 പരീക്ഷ വിജയികളെ അനുമോദിച്ചു. വിജയികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും കൈമാറി. പരിപാടി കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ക്യാഷ് പ്രൈസ് കൊണ്ട് അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും നിറവേറ്റപ്പെട്ടിട്ടല്ല, മറിച്ച് അതൊരു പ്രോത്സാഹനമാണ്, ഒരു പിന്തുണയാണ്, ഒരു പ്രചോദനമാണ്. അത് നമ്മുടെ നാടിന്റെ സഹകരണ മേഖലയുടെ എല്ലാ നിലയിലുമുള്ള ഈ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയ കുട്ടികൾക്കുള്ള സ്നേഹോപഹാരമാണ് എന്ന നിലയിലാണ് സർവീസ് സഹകരണ ബാങ്ക് ഇത്തരത്തിലൊരു അനുമോദന പരിപാടി സംഘടിപ്പിക്കുന്നത്. അനുമോദനം ഏറ്റുവാങ്ങുന്ന കുട്ടികൾക്ക് നമ്മുടെ നാടിനോട്, സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കാൻ കൂടി നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. ചടങ്ങിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദം പൂർത്തിയാക്കിയ ഡോക്ടർ മൃദുലയെ ബാങ്കിനു വേണ്ടി MLA ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് എ രാമകൃഷ്ണൻ അധ്യക്ഷനായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് ശങ്കുണ്ണി എന്ന സുന്ദരൻ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സയ്യിദ് അലി, ശ്രീകൃഷ്ണപുരം വാർഡ് മെമ്പർമാരായ MK ദ്വാരകനാഥൻ, രാജശ്രീ, ബാങ്ക് ഡയറക്ടർമാരായ K തങ്കം, രാജഗോപാലൻ, മധു S, ലളിത, സുരേന്ദ്രൻ, G പ്രമോദ്, കൃഷ്ണദാസ്, സുമതി, ബാങ്ക് സെക്രട്ടറി C ഉല്ലാസ് കുമാർ എന്നിവർ സംസാരിച്ചു. DYFI സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്കൂൾ ക്ലീനിംഗ് ഡേയുടെ ഭാഗമായി ശ്രീകൃഷ്ണപുരം മേഖലാ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ പെരുമാങ്ങോട് സ്കൂളും പരിസരവും വൃത്തിയാക്കി. CPM ലോക്കൽ സെക്രട്ടറി B രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് C ശരത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, DYFI മേഖലാ സെക്രട്ടറി C സുജിത്, സ്കൂൾ ഹെഡ്മാസ്റ്റർ ദിനേശൻ, യൂത്ത് ബ്രിഗേഡ് ചുമതലക്കാരൻ M കൃഷ്ണദാസ്, മേഖലാ ട്രഷറർ VB കൃഷ്ണചന്ദ്രൻ, പെരുമാങ്ങോട് യൂണിറ്റ് സെക്രട്ടറി അജിത് എന്നിവർ സംസാരിച്ചു. ഒരു നാടിനെ സംബന്ധിക്കുന്ന ഏത് വിഷയത്തിലും ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണാനും അവയ്ക്കൊപ്പം നിൽക്കാനും, പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ എല്ലാവിധ കാര്യങ്ങളിലും മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു സംഘടനയാണ് DYFI എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ നിപ്പ വന്നപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ള സംഘടനയാണ് DYFI. അതുമാത്രമല്ല, കോവിഡ് വന്ന സമയത്ത് കോവിഡ് മഹാമാരി നമ്മുടെ നാടിനാകെ ഭയപ്പെടുത്തിയിരുന്ന ഒരു സമയത്ത് ആ കോവിഡ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം മുന്നോട്ട് വന്നിട്ടുള്ള കേരളത്തിലെ ഏക യുവജന പ്രസ്ഥാനം DYFI. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന CNR മാസ്റ്റർ അനുസ്മരണവും വിജയോത്സവവും സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ണമ്പറ്റ, തോട്ടര 5, 6 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെയും ജവഹർബാൽ മഞ്ജു കൂട്ടായ്മയുടെയും നേതൃത്വത്തിലാണ് മണ്ണമ്പറ്റ, തോട്ടര പ്രദേശത്തെ 5, 6, 8 വാർഡുകളിലെ SSLC, +2, LSS, USS വിജയിച്ച മുഴുവൻ കുട്ടികളെയും വിജയോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അനുമോദിച്ചത്. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഈ കോൺഗ്രസിന്റെ ആളുകൾ അവരെ അനുമോദിക്കുകയോ അവരെ പ്രശംസിക്കുകയോ അവർക്ക് അവസരം കൊടുക്കുകയോ ചെയ്യില്ല. പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത്, പണ്ടത്തെ CNR ഗുപ്തന്റെ കാലത്ത്, നേരത്തെ പറഞ്ഞല്ലോ, CNR ഒരുപാട് പുസ്തകം എഴുതിയിരുന്നു. പുസ്തകം എഴുതുന്നവരെ, വായിക്കുന്നവരെ, പാട്ട് പാടുന്നവരെ, കഥകളി കളിക്കുന്നവരെ, എഴുതുന്നവരെ ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു കാലത്ത് കോൺഗ്രസ്. ഇപ്പോൾ അങ്ങനെ എഴുതുന്നവരൊന്നും ആരും വിളിക്കുന്നില്ല. അവരൊക്കെ പലപ്പോഴും മറ്റു ചേരികളിൽ ചേരുക. അവിടെ ചെല്ലുമ്പോഴോ അവിടെ സത്യം പറയാൻ പേടിയാണ്. സത്യം പറഞ്ഞാൽ അവനെ പുറത്താക്കും. അവിടെ കാണാൻ മിണ്ടാതിരിക്കും. സത്യം പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മിണ്ടാതിരിക്കുന്ന സാഹിത്യകാരന്മാരെ നമ്മൾ കാണാം. മുൻ മണ്ഡലം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം, UDF ചെയർമാൻ P ഗിരീശൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴി, മുൻ പഞ്ചായത്ത് സെക്രട്ടറി CN സത്യൻ, ബാൽമഞ്ച് ബ്ലോക്ക് ചീഫ് കോർഡിനേറ്റർ PS ഹബീബ്,
കെ ബാലകൃഷ്ണൻ, പി വി ശശിധരൻ, കെ രാമകൃഷ്ണൻ, കെ ബാലകൃഷ്ണൻ, വി എൻ കൃഷ്ണൻ, ഒറ്റപ്പാലം നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിനോജ് രാമൻ, കെ എസ് ശ്രീരാഗ്, സെബിൻ ആൻഡ്രൂസ്, കെ ജിഷ്ണു, സംഗീത് എസ് കുമാർ, കെ ശങ്കരൻകുട്ടി, പി ആർ ചന്ദ്രൻ, കെ അനിൽ, യു കെ വിഷ്ണു എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യ വാർത്തകൾ. ഫർണിച്ചറുകളുടെയും വീട്ടുപകരണങ്ങളുടെയും വിസ്മയ ലോകം ഇനി മാങ്ങോടും. ഫർണിച്ചർ വ്യാപാര രംഗത്ത് 30 വർഷത്തെ പാരമ്പര്യവുമായി PTM ഫർണിച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂം മാങ്ങോട് ചെമ്മണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മുപ്പത് വർഷത്തിലധികമായി നെല്ലായ പള്ളിപ്പടിയിൽ പ്രവർത്തിച്ചു വരുന്ന PTM ഫർണിച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് മാങ്ങോട് ചെമ്മണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫർണിച്ചറുകളുടെയും വീട്ടുപകരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകളുമായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം നെല്ലായ MP കുഞ്ഞിമുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ് മുഖ്യാതിഥിയായി. കഴിഞ്ഞ 15 വർഷക്കാലത്തിലധികമായി നെല്ലായിലെ ഫർണിച്ചർ ഉപഭോക്താക്കളുടെ വിശ്വാസം പിടിച്ചുപറ്റി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന PTM ഫർണിച്ചർ എന്ന സ്ഥാപനം ഇന്ന് അടക്കാപുത്തൂർ ചെമ്മണ്ണൂരിൽ വലിയ സൗകര്യത്തോടുകൂടി വിശാലമായ ഒരു ഷോറൂം തുറന്നിരിക്കുകയാണ്. നെല്ലായിലെ ഉപഭോക്താക്കൾ ഈ സ്ഥാപനത്തിന് നൽകിയ പിന്തുണ പോലെ തന്നെ ചെമ്മണ്ണൂരിലെയും പരിസര പ്രദേശങ്ങളിലെയുമുള്ള മുഴുവൻ ഉപഭോക്താക്കളുടെയും സഹകരണം ഈ സ്ഥാപനത്തിനുണ്ടാവണം. വളരെ വലിയ വിജയം ഈ സ്ഥാപനത്തിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. തൃക്കടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ആദ്യ വിൽപ്പന നിർവഹിച്ചു. എക്കാലത്തെയും പുതുമ നിലനിർത്തുന്ന ഫർണിച്ചർ ഐറ്റംസിന്റെ വിപുലമായ കളക്ഷനാണ് PTM ഫർണിച്ചറിൽ ഒരുക്കിയിട്ടുള്ളത്. ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങുന്ന ഏറ്റവും പുതിയ മോഡലുകളിലുള്ള കട്ടിലുകൾ, ബെഡുകൾ, സോഫകൾ, ദിവാൻ കോട്ടുകൾ, മേശകൾ, കസേരകൾ, അലമാരകൾ തുടങ്ങി എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസിന്റെയും വിപുലമായ കളക്ഷനാണ് മിതമായ നിരക്കിൽ PTM ഫർണിച്ചറിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ പ്രമുഖ ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീനുകൾ, ഫ്രിഡ്ജുകൾ തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഐറ്റംസിന്റെയും ഗൃഹോപകരണങ്ങളുടെയും ശേഖരവും PTMൽ ഒരുക്കിയിട്ടുണ്ട്. തേക്ക്, മഹാഗണി, അക്കോഷ്യ തുടങ്ങിയ മരങ്ങളിൽ ഉപഭോക്താക്കളുടെ ഭാവനയ്ക്കനുസരിച്ച് ഫർണിച്ചറുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഉടമകൾ അറിയിച്ചു. PTM ഫർണിച്ചർ എന്ന സ്ഥാപനം മാങ്ങോട് ചെമ്മണ്ണൂരിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവിധ ഫർണിച്ചർ സാധനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിർമ്മിച്ച് നൽകുന്നതാണ്. എല്ലാവിധ ബ്രാൻഡുകളുടെ ബെഡുകളും ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും ഗുണമേന്മയിലും 30 വർഷത്തെ പാരമ്പര്യമുള്ള PTM ഫർണിച്ചർ നെല്ലായയുടെ സഹോദര സ്ഥാപനമാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വേനലവധി അവസാനിച്ചു. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും. വിദ്യാർത്ഥികളെ വരവേൽക്കാനൊരുങ്ങി വിദ്യാലയങ്ങൾ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനമുണ്ടെന്ന CPMന്റെ പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ. പ്രതിപക്ഷ കക്ഷി എന്ന നിലയിലുള്ള രാഷ്ട്രീയ സമരമാണ് CPM നടത്തിയതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാറണമോ വേണ്ടയോ എന്നത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെന്നും KT അഫ്സൽ.
ജൽജീവൻ മിഷന്റെ ഭാഗമായുള്ള പൈപ്പിടൽ. കോട്ടോപ്പാടം തിരുവിഴാംകുന്ന് അമ്പലപ്പാറ റോഡിന്റെ വശങ്ങൾ തകർന്നു. 11 കോടി രൂപ ചെലവിൽ റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിച്ച റോഡാണിത്. വിദ്യാർത്ഥികൾ പഠനത്തിലൂടെ ലക്ഷ്യങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് നജീബ് കാന്തപുരം MLA. ആത്മാർത്ഥമായി പഠനം നടത്തുമ്പോഴാണ് ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുക എന്നും MLA. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.